അല്ലാഹ് നമ്മൾക്കിനി ഇബ്റത്തിന് വേറൊന്നും വേണ്ട, ഇത് തന്നെ മതി. ഈമാനുള്ള ജനങ്ങൾക്ക്, അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് നന്നാകാൻ വേറെ യാതൊന്നും വേണ്ട. ഇന്ന് കോഴിക്കോടിന്റെ അപ്പോട്ട് വരുന്ന ആളുകൾ പറയുന്നു, പോരാൻ സാധ്യമല്ലാത്ത കഠിനമായ മഴയാണ്. ഫോണിൽ ഇവര് പറഞ്ഞ് മഴ വന്നു പോയാൽ ആകെ ബുദ്ധിമുട്ട്. മഴ അള്ളാഹുവിന്റെ റഹ്മത്തല്ലേ, അത് പനഞ്ഞീര് കുടയുമ്പോൾ എഴുതാനും നമുക്ക് കൊടുക്കണമൊന്നുമല്ല. അള്ളാഹു നമ്മൾക്ക് എന്ത് ചെയ്തൊക്കെ സന്തോഷിച്ച് നമ്മൾ വാങ്ങും. മഴയും കൊള്ളും, വെയിലും കൊള്ളും, ചൂടും കൊള്ളും, ഒക്കെ കൊള്ളും. ഈമാനുള്ള മനുഷ്യന്മാരെ നിലവാരം അതാണ്. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വിശ്വസിച്ച മുഅ്മിനീങ്ങൾ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരെ കൽബ് സമാധാനപ്പെടൽ എന്തുകൊണ്ടാണ്? അല്ലാഹുവിനെ ഓർക്കലുകൊണ്ട് മാത്രം. ഈമാനുണ്ട് പോരാ, നൂറു യഖ്ലു അല്ലാഹു ഫീ ഖൽബി അബ്ദിഹി. ഇൽമതല്ലേ അല്ലാഹു അബ്ദിന്റെ ഹൃദയത്തിലിട്ട് കൊടുക്കുന്നൊരു പ്രഭ. പ്രഭങ്ങട്ട് ലംഘിയാലോ സുബ്ഹാനല്ലാഹ്, അപ്പോഴേ മനുഷ്യനാവൂ. ഹവാനിയത്താകുന്ന ശൈത്താനിയത്തുകളെ തൊട്ട് ദൂരമായി പൂർണ്ണമായ യഖീനും ഉറപ്പും നമ്മൾക്ക് കിട്ടാനും അതിനാണ് ദിക്ർ ചൊല്ലിക്കോന്ന് പറയുന്നത്, വേറൊന്നുമല്ല. ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ വിചാരിക്കുന്നത്, ഓ എന്റെ കൽബിന് ഒന്നും കിട്ടണില്ലല്ലോ, നമ്മൾ ചെയ്യണ്ട, പറ്റൂല. ദിക്ർ ചൊല്ലിയിട്ട് ഹുദൂറുൽ ഖൽബില്ലെങ്കിലും ചൊല്ലിക്കോ, തന്നാരെ വന്നോളുന്ന. നമുക്ക് ആരും കുറ്റം പറയേണ്ട ആവശ്യം വേണ്ട. ആരെങ്കിലും എന്തോ ലോകത്ത് കളിച്ചോളൂ, ഓഹും അവരെ നമ്മാടിത്തല ഇങ്ങനെ കളിച്ചോട്ടെ, നമ്മളങ്ങോട്ട് നോക്കണ്ട. നമ്മളെ പണിയെടുക്കുക, ദിക്ർ എല്ലാം വേറെ ചെയ്യാം, അള്ളാഹുവിനോട് വേർക്കാം. ഈ മജ്‌ലിസിൽ വെറുതെ കുത്തിരുന്നാ പോരാ, എന്നാ തന്നെ ഇതെന്താ മജ്‌ലിസ്? അള്ളാഹുവിന്റെ ഇൽമിന്റെയും ദിക്റിന്റെയും മജ്‌ലിസ്. ഇതിലെല്ലാ ആളും ഞാനൊന്നുമല്ല, ഖരീദങ്ങളാണ് കേട്ടോ. പിന്നെ അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനൊന്നും ആവൂല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സലാത്തിന്റെ ഫായിദ പറഞ്ഞാൽ തീരൂല. പൊളിഞ്ഞു പോകാത്ത അവരുണ്ടെങ്കിൽ സലാത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇത്ര വലിയ മജ്‌ലിസിന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് എല്ലാ രാത്രിയും കിടക്കുമ്പോൾ 10 പ്രാവശ്യം പറയാം. വെള്ളിയാഴ്ച രാവല്ലാത്ത വെള്ളിയാഴ്ച രാവ് 100 പറയാം. എന്നാൽ നമ്മളെ മരിച്ചാൽ നമ്മളെ ശരീരത്തിനെ ഖബറിൽ വെക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന്നാണ്. മറ്റൊന്ന് കടമ്പിടാൻ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് 33 പ്രാവശ്യം ചൊല്ലാം ഒരു ദിവസം. എപ്പോഴായാലും തിരക്ക് ആവുന്നുണ്ട്. 33 നന്ന കടണ്ട 370 ചെയ്തിക്കോ. ഹിദായത്ത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം എല്ലാവർക്കും. ആമൻതു ബില്ലാഹി വറസൂലിഹി 3, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 3, പിന്നെ യാ ഹാദി 20, പിന്നെ ഇഹ്ദിനി 3 പ്രാവശ്യം പറഞ്ഞ് കൽബിന്റെ ഒറ്റൂത്ത്. ഇത് 5 വക്തിലും പറഞ്ഞോ. എന്നാൽ ഹിദായത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കിട്ടും. എനിക്ക് സമ്മതം കിട്ടിയിട്ടുണ്ട്. ആ സമ്മതപ്രകാരം നിങ്ങൾക്കെല്ലാം ഞാൻ സമ്മതം. ഒരു ഫായിദ വേണ്ടേ, വെറുതെ കൂടിയിട്ട് പോയാൽ പോരല്ലോ. എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞോ. പിന്നെ നാജിയത്ത് സലാത്ത്, അത് 4444 നാജിയത്ത് സലാത്തിയില്ല. ഒരുപാട് ഫായിദ ഉണ്ട്. സാദത്തുന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, യൂസുഫ് നബഹാനിന്റെ സലാത്ത്. വലിയ മഹാനാണ് യൂസുഫ് നബഹാനി. അവരെ ആ സലാത്തിന് നാജിയത്ത് സലാത്തിന് പ്രത്യേകം ഫായിദകൾ പറഞ്ഞു. രാവിന്റെ അജ്ഞാതമായ ഏതോ ഒരു നിമിഷത്തിന്റെ ധന്യതയ്ക്കായി വിശ്രമമില്ലാതെ സ്വലാത്തുകൾ ഉരുവിട്ട് വിശ്വാസികൾ റംസാനിനെ അവിസ്മരണീയമാക്കുകയാണ്.
അടിയങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. അടിയങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല. നീയാണ് ഞങ്ങളെ രാജാവ്, നീയാണ് ഞങ്ങളെ പടച്ചവൻ. നീ ഈ റമദാൻ മാസത്തിൽ ഈ 27 രാവ് പാതിരാ സമയത്ത് കണ്ടു കാണപ്പെട്ട ജനങ്ങളെ മുഴുവനും ഇവിടെ ഒരുമിച്ചു കൂട്ടി. റഹ്മുറാഹിമായ തമ്പുരാനെ, ഹബീബായ മുത്ത മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാര നബിക്ക് എന്തൊരു സന്തോഷമാണ്. ഞങ്ങളിത് കാണൂലേ? വസഅല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങൾ ചെയ്യുന്ന അമലിനെ അല്ലാഹു കാണുന്നു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നു എന്ന് ഖുർആനല്ലേ? അത് നമ്മൾ വിശ്വസിച്ചിട്ടില്ലേ? അതുകൊണ്ട് റഹ്മുറാഹിമായ നാഥ, ഞങ്ങളെ നീ ഖായിബായി മടക്കല്ലേ. എവിടെ മുഴുവനും ഈമാൻ തരണം, യഖീൻ തരണം. പതറാത്ത വിധത്തിലുള്ള നല്ലതായ ശക്തിയും അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനും ഉള്ള കൽപ്പ് തരണം റഹ്മാനേ. اللهم اجعل جمعنا هذا جمعا مرحوما.